ഇസ്രയേൽ ഹമാസ് തീവ്ര ചർച്ചകൾക്ക് പിന്നാലെ ബന്ദികളെ കൈമാറാനുള്ള കരാറിൽ ഇസ്രയേലും ഹമാസും എത്തി. കരാർ നടപ്പിലാക്കി 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ ഇരുകൂട്ടരും കൈമാറണമെന്നതാണ് പ്രധാന വ്യവസ്ഥ. ഗാസയിൽ ജീവനോടെയുള്ള 20 ഇസ്രയേലി ബന്ദികൾക്ക് പകരം ഇസ്രയേലിൽ ജയിലിൽ കഴിയുന്ന 2000 പലസ്തീൻ തടവുകാരെയാണ് കൈമാറുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കാനും കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും ഹമാസ് നേതാക്കൾ അറിയിച്ചു. ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ വഹിച്ചതിന് ഹമാസ് മധ്യസ്ഥർക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പറഞ്ഞു. അതേസമയം പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും നേടിയെടുക്കുന്നതിൽ ഹമാസ് എന്നും പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഗാസ മുനമ്പിലും ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും മാതൃരാജ്യത്തിനകത്തും പുറത്തും പലസ്തീനുകളുടെ അവകാശങ്ങളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന അധിനിവേശ ഫാസിസ്റ്റ് പദ്ധതികളെ നേരിടുന്നതിന് മുന്നോട്ട് വന്ന നമ്മുടെ പൂർവികരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഗാസയിലെ ജനങ്ങളുടെ ത്യാഗങ്ങളെ ബഹുമാനിക്കുന്നു. പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യം, സ്വയം നിർണയാവകാശം എന്നിവ നേടിയെടുക്കുന്നതിൽ എന്നും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും പ്രതിജ്ഞയെടുക്കുന്നുവെന്നും ഹമാസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ട്രംപിന്റെ ബന്ദി കൈമാറ്റ പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ഹമാസിന്റെ പ്രസ്താവന. അതിനിടെ ഗാസ വെടിനിർത്തൽ ചർച്ച വിജയകരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ 20 ദിന പദ്ധതിയെ മുൻനിർത്തിയുള്ള ചർച്ച ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. 4 നിബന്ധനകളോടെ കരാർ അംഗീകരിക്കുന്നതായി ഹമാസും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് സമ്പൂർണ്ണമായി പിന്മാറുക, ഗാസയിലേക്കുള്ള സഹായ വിതരണം കൃത്യമാക്കുക, പലസ്തീനി തടവുകാരെ വിട്ടയക്കുക എന്നീ നിബന്ധനകളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. ഇസ്രയേൽ വിട്ടയക്കേണ്ട പലസ്തീനി തടവുകാരുടെ പട്ടികയും ഹമാസ് കൈമാറിയിട്ടുണ്ട്. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി എത്തിയ കരാറിനെ ഇസ്രയേൽ സൈന്യം സ്വാഗതം ചെയ്തു. ബന്ദികളെ സ്വീകരിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്നും സേന അറിയിച്ചു. ഇന്നുച്ചയ്ക്ക് ഇസ്രയേൽ യുദ്ധ ക്യാബിനറ്റ് ചേരും. ഈ ക്യാബിനറ്റിൽ അംഗീകാരം നേടിയാൽ മാത്രമേ കരാർ നിലവിൽ വരൂ. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ കോടതിയിൽ കൂടി പോകാനുള്ള സമയം കൂടി കണ്ടതിനു ശേഷമേ കരാർ യാഥാർത്ഥ്യമാക്കുകയുള്ളൂ. കരാർ യാഥാർത്ഥ്യമായി 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ വിട്ടു നൽകണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ച വ്യവസ്ഥയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോടുകൂടി ബന്ദി മോചനം സാധ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത്. നാളെ നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കാനിരിക്കെ ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ടാവാൻ ട്രംപ് മുൻകൈയെടുത്ത് നടത്തിയ ഒരു നീക്കം കൂടിയാണിത്. എന്നാൽ നൊബേൽ പ്രഖ്യാപനം ഏത് രൂപത്തിലാകുമോ എന്നോ അതിനുശേഷമുള്ള ഭാവി എന്തായിരിക്കുമെന്നോ വ്യക്തതയില്ല. യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഹമാസിന്റെ പങ്കുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രംപ് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നതും ചർച്ചയുടെ പ്രധാന തീരുമാനമാണ്. അതേസമയം ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ കരാറിലെത്തിയതായി പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി ഇസ്രയേലി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 2 വർഷത്തെ തുടർച്ചയായ ബോംബാക്രമണത്തിനു ശേഷം ഗാസയിലെ പലസ്തീനികൾക്കിടയിൽ വെടിനിർത്തൽ വാർത്ത ശുഭാപ്തി വിശ്വാസം ഉണർത്തിയിട്ടുണ്ടെങ്കിലും അവശേഷിപ്പിച്ച നാശനഷ്ടങ്ങൾ അതിരുകടന്നതാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 2 വർഷത്തെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിലെ മുഴുവൻ പ്രദേശങ്ങളും തകർന്നു. ആശുപത്രികളും സ്കൂളുകളും നശിപ്പിക്കപ്പെട്ടു. കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടു. തടവുകാരെ മോചിപ്പിക്കുകയും ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയും ചെയ്തതിനു ശേഷം നാശനഷ്ടങ്ങൾക്കിടയിൽ പലസ്തീനികൾക്ക് തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.